നമസ്കാരം. കഴിഞ്ഞ ദിവസം ഫ്ലൈറ്റിലുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഞാൻ പോസ്റ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് മീഡിയയിൽ കാണുന്ന ന്യൂസിലാണെങ്കിലും ഒക്കെ എനിക്കെന്തോ ഞാനായിട്ടത് സംസാരിക്കണം, എന്റെ ഭാഗത്തുനിന്ന് ഒരു ക്ലാരിറ്റി ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് സുഹൃത്തുക്കളാണെങ്കിലും അല്ലാതെ ആൾക്കാരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെ അടുത്തും അത് ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുവാണ്. അതായത് സംഭവം എന്താന്ന് വെച്ചാൽ, ഞാൻ എന്റെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്ത് എന്റെ സീറ്റിലോട്ട് 12A എന്റെ സീറ്റ്, വിൻഡോ സൈഡ് ആയിരുന്നു. അവിടെ എത്തുകയും അവിടെ എത്തിയിട്ട് എനിക്ക് എന്റെ സീറ്റിലോട്ട് ഇരിക്കാൻ പറ്റാത്ത തരത്തില് ഈ ആള്, ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള ആ ആള് അവിടെ നിൽക്കുവാണ്. ഞാൻ അയാളുടെ പറയുന്നുണ്ട്, എനിക്ക് ഒന്ന് മാറി തന്നാൽ എനിക്ക് ഇരിക്കാം, 12A ആണ്, അതാണ് സീറ്റ്, എനിക്ക് ഇരിക്കാം എന്ന് ഞാൻ പറയുന്നുണ്ട്. ഇയാളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇയാൾ മദ്യപിച്ചിട്ടുണ്ട്. വളരെ മോശമായിട്ടുള്ള ലുക്കും വളരെ മോശമായിട്ടുള്ള ജെസ്റ്റേഴ്സും ഒക്കെയാണ് അയാളുടെ. അയാളുടെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വന്നു എനിക്കൊന്ന് കയറിയിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ 12A ആണ്, വിൻഡോ സീറ്റാണ് എന്റെ എന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എന്റെ സീറ്റിലോട്ട് എനിക്ക് ഇരിക്കാൻ പറ്റിയത്. അത് കഴിഞ്ഞിട്ട് അയാള് വന്ന് എന്റെ അടുത്ത് തന്നെ മിഡിലുള്ള സീറ്റിലിരിക്കുന്നു. 12Bയിൽ അയാൾ ഇരിക്കുന്നു. ഇരുന്ന് കഴിഞ്ഞിട്ട് അയാൾ പ്രോപ്പറായിട്ടല്ല സീറ്റിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രോപ്പറായിട്ട് എന്റെ സീറ്റിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് പോട്ടെ എന്ന് വിചാരിച്ചു, ഓക്കെ ശരി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇയാൾ എന്റെ പേര് ചോദിച്ചു, പ്രൊഫഷൻ ചോദിച്ചു. അത് കഴിഞ്ഞ് അയാൾ ഗൂഗിളിൽ എന്റെ പേര് ടൈപ്പ് ചെയ്തിട്ട് അതിൽ എന്റെ ഒരു ഫോട്ടോ എന്നെ തന്നെ കാണിച്ചിട്ട് ഇത് ഇതുപോലെയല്ലല്ലോ നിങ്ങൾ ഇരിക്കുന്നത് കാണാൻ പറയുന്നു. അത് കഴിഞ്ഞിട്ട് സിനിമയിലാണ്, നടിയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ അയാളുടെ അപ്പുറത്തിരിക്കുന്ന അയാളുടെ തന്നെ സുഹൃത്തിന്റെ അടുത്ത് വളരെ സർക്കാസ്റ്റിക് ആയിട്ട് ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ട് എനിക്ക് തോന്നി. അയാൾ പറഞ്ഞത്, വലിയ നടിയാണല്ലോ, ഞാൻ വേണമെങ്കിൽ അപ്പുറത്തിരിക്കാം, നീ ഇവിടെ ഇരുന്നോ, ഇങ്ങനെ നടിയുടെ അടുത്തൊക്കെ ഞാൻ ഇരിക്കണോ എന്നുള്ള രീതിയിൽ അയാൾ സംസാരിച്ചു. വളരെയധികം ഇൻസൾട്ടഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നെയും എന്റെ പ്രൊഫഷനെയും ഇൻസൾട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് അയാള് പ്രോപ്പറായിട്ട് ഇരിക്കാത്തത് കൊണ്ടും അയാളുടെ സുഹൃത്തിനോട് സംസാരിക്കുമ്പോഴും എന്റെ സൈഡിലോട്ട് ഇങ്ങനെ ചാഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. അയാളുടെ ബോഡി ഇടയ്ക്കിടയ്ക്ക് തട്ടുന്നുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം പിന്നെയും തട്ടിയപ്പോൾ ഞാൻ മിണ്ടില്ല. രണ്ടാമത് പിന്നെയും അയാളുടെ കൈ ഇങ്ങനെ എന്റെ ദേഹത്ത് തട്ടിയപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കണം, നിങ്ങൾ എന്നെ തട്ടുന്നുണ്ട്, ദയവ് ചെയ്തൊന്ന് മര്യാദയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അയാള് വോയിസ് റേസ് ചെയ്യാണ് ഉണ്ടായത്. അതായത്, നിന്നെ ഞാൻ എപ്പോഴാണ് ടച്ച് ചെയ്തത്, ഇവളെ ഞാൻ തൊട്ടിട്ടൊന്നുമില്ല എന്നുള്ള പോലെ വളരെ മോശമായിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് അയാളുടെ ഭാഗത്തുനിന്നുണ്ടായത്. വിമാനയാത്രക്കിടെ തനിക്ക് നേരെ മോശം പെരുമാറ്റം ഉണ്ടായതായി തുറന്നു പറഞ്ഞ യുവനടി ദിവ്യപ്രഭ. മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ എയർ ഇന്ത്യ വിമാനത്തിൽ വെച്ച് ഒരാൾ തന്നോട് മോശമായി പെരുമാറിയത്. മദ്യലഹരിയിലായിരുന്ന സഹയാത്രക്കാരനാണ് ഇത്തരത്തിൽ പെരുമാറിയത്. കൊച്ചിയിലെത്തിയ ശേഷം ഇവർ പോലീസിൽ പരാതി നൽകിയിരുന്നു. സംഭവം നടന്ന ശേഷം വിമാനത്തിലെ ജീവനക്കാരോട് പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും നടി പറയുന്നു. തന്നെ സീറ്റ് മാറ്റുക മാത്രമായിരുന്നു ചെയ്തതെന്നും പോലീസിനോട് പരാതിപ്പെടാനായിരുന്നു അധികൃതർ നിർദ്ദേശമെന്നും താരം പറയുന്നു. തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് താരം ദുരനുഭവം വെളിപ്പെടുത്തിയത്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് എന്റെ സീറ്റിൽ പിന്നെ എനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴാണ് ഞാൻ പിന്നെ എണീറ്റ് പോയി എയർ ഹോസ്റ്റസിന്റെ ക്യാബിനിൽ പോയിട്ട് എയർ ഇന്ത്യയുടെ സ്റ്റാഫിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എന്റെ അടുത്തിരിക്കുന്ന ആള് ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടുണ്ട്, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അയാൾ ഇടയ്ക്കിടയ്ക്ക് എന്റെ ബോഡിയിൽ ടച്ച് ചെയ്തിട്ടാണ് അയാൾ ഇരിക്കുന്നത്, അയാൾ പ്രോപ്പറായിട്ടല്ല ഇരിക്കുന്നത്, എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നു എന്ന് ഞാൻ പറയുന്നു. അവര് സ്റ്റാഫ് വന്നിട്ട് ഇയാളുടെ അടുത്ത് ഇത് ഇങ്ങനെ, ഞാൻ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം, എനിക്ക് അവിടെ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും ഇയാൾക്കെതിരെ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. എയർ ഹോസ്റ്റസ് വന്നിട്ട് ഒരു 3-4 റോ അപ്പുറത്ത് മുമ്പിലുള്ള ഒരു മിഡിലുള്ള സീറ്റ് എനിക്ക് തരുവാണ് ചെയ്തത്. എനിക്ക് അവിടെ നിന്ന് മാറേണ്ടി വന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് പിന്നീട് എനിക്കൊരു സമാധാനം ഉണ്ടായിട്ടില്ല ആ സീറ്റിലിരുന്നതിൽ. പിന്നെ കാരണം ഒരു എന്താ പറയാ, എല്ലാ ആൾക്കാരെയും പോലെ നമുക്കൊരു റൈറ്റ് ഉണ്ടല്ലോ, നമ്മളുടെ
നമ്മുടെ സ്വന്തം സീറ്റിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോകാനുള്ള റൈറ്റ് എല്ലാ മനുഷ്യരെയും പോലെ എനിക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഈ എയർപോർട്ടിലുള്ള സ്റ്റാഫ് എന്നെ എയർ ഇന്ത്യയുടെ ഒരു ഓഫീസറിന്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ ഈ എയർ ഇന്ത്യയുടെ ഈ സ്റ്റാഫിന്റെ അടുത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എന്ത് ആക്ഷനാണ് നിങ്ങൾക്ക് എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇതിനെതിരെ എടുക്കാൻ പറ്റാന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, എയർപോർട്ടിന്റെ മുമ്പിൽ തന്നെയുള്ള സൈഡിൽ തന്നെയുള്ള പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ട്, അവിടെ പോയി കംപ്ലൈന്റ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ, അതാണ് പ്രൊസീജിയർ എന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിച്ചത്. ഞാൻ അവിടെ നിന്ന് ലഗേജ് കളക്ട് ചെയ്തിട്ട് എയർപോർട്ടിന്റെ എന്താ പറയാ എക്സിറ്റിന്റെ അവിടെ തന്നെയുള്ള പോലീസ് എയ്ഡ് പോസ്റ്റിൽ ചെന്ന് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതിന് റെഡി ആയിരുന്നു. പിന്നീട് അവർ പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട, മെയിൽ ഐ ഡി തരാം, മെയിൽ അയച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഈ എന്താ പറയാ ഈ ആള് അവിടെ അകത്ത് തന്നെ ഉണ്ട്, ലഗേജ് എടുക്കുന്നിടത്ത് ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ സംസാരിച്ചു. കാരണം ഞാൻ എവിടെയോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എയർ ഇന്ത്യയുടെ സ്റ്റാഫോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതിന് റൈറ്റ് ഉള്ള ആരെങ്കിലും ഇയാളെയും കൂടെ വിളിച്ചിട്ട് ഈ ഒരു മാറ്റർ ഒന്ന് അഡ്രസ് ചെയ്ത് സംസാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്കത് കംപ്ലൈന്റ് കൊടുക്കാൻ എനിക്ക് തോന്നുന്നുണ്ടാവില്ല. അപ്പം ഇത്തരത്തിലുള്ള എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു റെസ്പോൺസാണ് എനിക്ക് കംപ്ലൈന്റ് കൊടുക്കണം എന്ന് തന്നെ തോന്നിപ്പിച്ചത്.